ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് സഭയെ കുറിച്ചാണ്. സഭ എന്ന് പറയുമ്പോൾ പല ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ്. അവിടെ കുറെ ആളുകൾ കൂടും, അവിടെ കൈകൊട്ടി പ്രാർത്ഥനയും ആരാധനയും ഒക്കെ നടക്കും. ഇതാണ് സഭയെന്നാണ് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ദൈവവചനം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ്. നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ കത്തോലിക്ക മുതൽ ബന്ധിക്കോസ് വരെയുള്ളതെല്ലാം സഭയാണെന്നാണ് പറയുന്നത്. ഇപ്പം അന്യഭാഷയുടെയൊക്കെ വിഷയം വന്നു കഴിഞ്ഞപ്പം ബന്ധുക്കോസുകാർ സഭയല്ല എന്ന് പറയുന്നവരും ഇപ്പോൾ കൂടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാനിത് പറയുവാനുള്ള കാരണത്തെക്കുറിച്ച് സഭ എന്ന് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ സഭ എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രക്ഷിക്കപ്പെടണം. അപ്പൊ രക്ഷിക്കപ്പെടാത്തവരൊന്നും സഭയിലെ അംഗമല്ല. ദൈവവചനവുമായി യാതൊരു ബന്ധവും അവർക്കില്ല. രക്ഷിക്കപ്പെട്ട് അപ്പോസ്തല പ്രവൃത്തികൾ പറഞ്ഞിരിക്കുന്നത് 2:38 സ്നാനം എടുക്കാതെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം എടുക്കാതെ, പരിശുദ്ധാത്മാവ് എന്ന ദാനം കിട്ടാതെ ഒരാളെയും കർത്താവ് തന്റെ സഭയിൽ ചേർക്കത്തില്ല. സഭ കർത്താവിന്റെ മണവാട്ടിയാണ്. അല്ലേ? ഇവിടെ കാണുന്നതെല്ലാം മണവാട്ടിയാണെന്ന് വിചാരിച്ചേക്കുന്ന എല്ലാവരും. ഈ കെട്ടിടവും ഈ കുരിശ് കാണുന്ന കെട്ടിടങ്ങളും അതുപോലെ തന്നെ കുറച്ച് അന്യഭാഷ പോലെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊട്ടിക്കഴിഞ്ഞാൽ ഇത് സഭയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട്. അത് അവരുടെ കുഴപ്പമല്ല. അവർ പ്രധാനമായും ദൈവവചനം പഠിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അല്ലേ? സഭ എന്ന് വിളിച്ചത് എന്തിനെയാണ്? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് സഭ എന്ന് വിളിച്ചത്. അല്ലാതെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് മൈക്കിൽ പാടി അല്ലെങ്കിൽ കൈകൊട്ടി പാടി ഒരു ഡാൻസ് ഒക്കെ കളിച്ചാൽ അത് സഭയാകുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു സഭയാകത്തില്ല. അല്ലേ? അതൊരിക്കലും ഒരു സഭയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമോ, അതൊരു പ്രസ്ഥാനം മാത്രമാണ്, സഭയല്ല. ഒരു പ്രസ്ഥാനം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സംഘടന മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്, കത്തോലിക്ക മുതൽ ബന്ധിക്കോസ് വരെയുള്ളതെല്ലാം സംഘടനകൾ മാത്രമാണ്. അതൊന്നും കർത്താവിന്റെ യഥാർത്ഥ സഭയെന്ന് പറയാൻ കഴിയില്ല. ഇൻഡിവിഡ്വലിനെയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയെയാണ് സഭയെന്ന്, അതായത് വ്യക്തികളെയാണ് സഭയെന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെ? വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ദൂത് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഓരോ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ അവിടെ കാണുന്ന പള്ളികളെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ കാണുന്ന പ്രസ്ഥാനങ്ങളെ കുറിച്ചോ സംഘടനകളെ കുറിച്ചോ അല്ല കർത്താവ് അവരെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെ? എഫെസോസിലെ സഭയിലെ ദൂതൻ എഴുതുക, വലങ്കൈ നക്ഷത്രം പിടിച്ചുകൊണ്ട് 7 പൊന്മലക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാതെ കൊണ്ട് അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. വളരെ ശ്രദ്ധിക്കണം, കള്ളന്മാരെന്ന് കണ്ടതും. അപ്പോൾ അവിടെ എന്താണ്? നിനക്ക് സഹിഷ്ണുതയുള്ളത്, എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അപ്പോൾ കെട്ടിടമോ ഒരു സംഘടനയെ കുറിച്ചോ അല്ല അവിടെ പറയുന്നത്. വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഒരു കെട്ടിടമോ ഒരു സംഘടനയോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കാണുന്ന സംഘടനകളോ ഒന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്ന സഭ എന്ന് പറയുന്നത്. സഭ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. തളർന്നു പോയതും എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തികളെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു കൂട്ടത്തെ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവം ചേർത്ത ഒരു കൂട്ടത്തെ ആണ് അവിടെ സഭ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് എല്ലാവരും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഒരു സംഘടനയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ ഈ സംഘടനയിൽ അംഗമാണ്, അല്ലെങ്കിൽ ഈ സംഘടനയിലെ പ്രധാന ഘടകമാണ് ഒക്കെ ആണെന്ന് മനസ്സിലാക്കുമ്പോൾ, പ്രധാന സംഘടനയിലെ അംഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, ഇതെല്ലാം കൂടി ചേർന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ പല ആളുകളുടെയും ചിന്ത എന്താണ്? ഒരു കെട്ടിടം വേണം, അവിടെ കുറെ ആളുകൾ കൂടണം. അല്ലെ? വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അവിടെ ഒരാൾ വന്നാലും 2 പേര് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഭയല്ല. ഒരു കൂട്ടം വന്നാലേ സഭയാത്തുള്ളൂ. അതായത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കണം. ഇന്നത്തെ വർഷന്മാരുടെ ഭാഷയിലൊക്കെ പ്രവചനം നടക്കണം, അത്ഭുതങ്ങൾ നടക്കണം, അടയാളങ്ങൾ നടക്കണം. ഇതൊക്കെ
ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു സഭയാകത്തുള്ളതാണ് ഇന്നത്തെ പലരുടെയും മിഥ്യാധാരണകൾ. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. സഭ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ മണവാട്ടിയെ കുറിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരെയും ആ വിശുദ്ധിയിൽ ജീവിക്കുന്ന, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തെയാണ് സഭ എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ കാണുന്ന സംഘടനകളെല്ലാം സഭയാണെന്ന് പറഞ്ഞാൽ അത് വളരെ തെറ്റാണ്. ദൈവവചന വിരുദ്ധമാണ് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അത് ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏത് സംഘടനയിൽ നിൽക്കുന്നു, അത് സഭയാണോ, ആ സംഘടന ഒരു സഭയാണോ? അതായത് കത്തോലിക്ക മുതൽ പെന്തിക്കോസ് വരെ നിങ്ങൾ നിൽക്കുന്നുണ്ട്, ഞങ്ങൾ പോകും. ആദ്യം കർത്താവ് വരുമ്പോൾ എടുക്കുമ്പോൾ ഞങ്ങൾ ഓർത്തഡോക്സ് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ കത്തോലിക്ക് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാർത്തോമായി നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പോകുന്നെന്നും, അല്ലെങ്കിൽ പെന്തിക്കോസ് നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നെന്നും കർത്താവ് വരുമ്പോൾ പോകുന്നു. അങ്ങനെയല്ല. കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർ, കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവന്റെ നാമത്തിൽ സ്നാനമേറ്റ് അവന്റെ നാമത്തിൽ ജീവിക്കുന്ന ദൈവഭക്തരെ കൊണ്ടുപോകാനാണ് അവൻ വരുന്നത്. അല്ലാതെ ഒരു സംഘടനയിലോ പ്രസ്ഥാനത്തിലോ നിൽക്കുന്നവരെ കൊണ്ടുപോകാനല്ല പ്രിയ സഹോദരങ്ങളെ കർത്താവ് വരുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഇതില്ല അതില്ല എന്നുള്ള കാര്യം, അല്ലേ? അപ്പോൾ സഭയ്ക്ക് ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. പരിശുദ്ധാത്മ അഭിഷേകം, സ്നാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് പെന്തിക്കോസുകാർ പഠിപ്പിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരുടെ പഠിപ്പീരുകളിൽ വളരെയധികം പരിശുദ്ധാത്മ അഭിഷേകം ഒക്കെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടിരുന്ന ഒരു അന്യഭാഷ എന്തായിരുന്നു, അതൊക്കെ മാറിപ്പോയി. അതാണ് അവർ ചിന്തിക്കുന്നത്. അന്യഭാഷ പറയുന്നത് കൊണ്ട് നിങ്ങൾ ആ ഒരു ഭാഷ, അല്ലെ, അന്യഭാഷ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, അവർ പറഞ്ഞതാണോ അന്യഭാഷ? അവർ പറഞ്ഞ അന്യഭാഷ അല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിവ് കിട്ടി. അപ്പോ അത് അന്യഭാഷയല്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അന്യഭാഷ വരുന്നവൻ എന്ത് ചെയ്യും? ദൈവത്തിന്റെ ദൂതുകൾ പ്രസ്താവിക്കും എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അല്ലെ? അബ്രഹാമിന് സോദോം ഗോമോര നശിപ്പിക്കുന്നതിന് മുമ്പ് അവന് അറിവ് കിട്ടി. നോഹയ്ക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ വെളിപ്പാട് കിട്ടി. എന്താണ്? ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വെളിപ്പാട്. അതുകൊണ്ട് നോഹ നീതിപ്രസംഗകനായി. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ വിളി അവനുണ്ടായിരുന്നു എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ എത്രയോ കാര്യങ്ങളല്ലേ, അല്ലേ? രോഗികളെ സൗഖ്യമാക്കുന്നു, അപ്പോസ്തലൻ പ്രവൃത്തികൾ. ഇന്നത്തെ കള്ളാപ്പോസ്തലന്മാര് ചെയ്യുന്നത് പോലെ പ്രവചനം നടത്തുക, അത്ഭുത രോഗശാന്തി ചെയ്യുക, ഇതാണോ യഥാർത്ഥ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട്? അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത കൂടിയാണ് എന്നുള്ള കാര്യം ഈ കാലങ്ങളിൽ നമ്മൾ മറന്നു പോകരുത്. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം, സഭ എന്ന് പറയുമ്പോൾ എന്താണ്? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് സഭയെന്ന് വിളിച്ചത്. അല്ലാതെ കാണുന്ന സംഘടനകളെയും ഒന്നും സഭയെന്ന് വിളിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കെട്ടിടങ്ങളെ ഒന്നും സഭയെന്ന് ഒരിടത്തും പറഞ്ഞിട്ടുമില്ല, ഒരിടത്തും വിളിച്ചിട്ടുമില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കാലങ്ങളിൽ എന്നെ കേൾക്കുന്നവർ എന്താണ്? ദൈവവചനം എന്തു പറയുന്നുവോ അതനുസരിച്ച് നീങ്ങുവാനാണ് ദൈവം നമ്മളോട് കൽപ്പിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നീങ്ങുവാൻ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? തയ്യാറാകണം. അതുപോലെ തന്നെ ഒരു പാസ്റ്ററുടെ കീഴിൽ വരുന്നതൊന്നും സഭയല്ല. കാരണം സഭയ്ക്ക് ഒരു ഇടയൻ ഉണ്ടാകും, തീർച്ചയായിട്ടും ഇടയൻ ഉണ്ടാകും. ഇടയനില്ല എന്ന് ഞാൻ പറയത്തില്ല. അതിന് ഒരു ഭരണ ബോഡി ഘടനയൊക്കെ ഉണ്ടെന്നൊക്കെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. എന്താ അടിസ്ഥാനത്തിന്റെ കാര്യം പറയുന്നുണ്ട്. എന്താണ്? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ സഭ പണിതു വരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ കെട്ടിടം എന്ന് പറയുമ്പോൾ തന്നെ അത് ആത്മീയപരമായ കെട്ടിടത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ഭൗതികമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കെട്ടിടത്തെ കുറിച്ചല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലേ? വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ കെട്ടിടമെല്ലാം യുക്തമായി പണിതു വരുന്നു. അത് ആത്മീകമായുള്ള ആ ഒരു രീതിയാണ് പറഞ്ഞത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും സിമെന്റ് വെച്ചോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങളെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോ അപ്പോസ്തലന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ സഭ പണിതു വരുന്നു എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ അത് വായിക്കുന്നുണ്ട്.
ഞാൻ ആ ഭാഗം വായിച്ചു വിടണം. അപ്പോൾ വെളിപ്പാട് പുസ്തകം 3:12 വായിക്കുന്നുണ്ട്, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അപ്പൊ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഭൂമിയിൽ കാണുന്ന ബിൽഡിംഗ് ആക്കി മാറ്റും എന്നുള്ള രീതിയിലല്ല അത് പറഞ്ഞിരിക്കുന്നത്. ഒരു ആത്മീയ അർത്ഥങ്ങൾ അതിനുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ കാണുന്നതൊന്നും എന്തല്ല, കർത്താവിന്റെ യഥാർത്ഥ സഭയല്ല. രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ് സഭ എന്ന് പറയുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരെ കുറിക്കുന്നതാണ് സഭ എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. അത് ആളുകളെയാണ് അല്ലെങ്കിൽ ഒരു കൂട്ടത്തെയാണ് അത് വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു വ്യക്തിയോ ഒരു കൂട്ടത്തെയോ ആണ്, അല്ലേ? അതുകൊണ്ട് പറഞ്ഞത് 2 3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞത്. അല്ലാതെ വലിയ മൈക്കൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നിടത്ത് വരുമെന്നല്ല, അങ്ങനെയുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. 2 3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. അതിന് കാരണം എന്താണ്? ദൈവത്തിന്റെ സഭ എവിടെയുണ്ടോ അവിടെയാണ് ദൈവം ഇറങ്ങി വരുന്നതെന്നുള്ള കാര്യമാണ്, അല്ലേ? അപ്പോ എല്ലായിടത്തും ദൈവമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? കാരണം ദൈവം എല്ലായിടത്തും എല്ലാം കാണുന്നുണ്ട്. എങ്കിലും എന്താണ്, സഭയെ കുറിച്ചാണ്. കാരണം രക്ഷിക്കപ്പെട്ടവരിലാണ് അവൻ കൂടുതലായും ശ്രദ്ധ, മറ്റുള്ളവരെ കാട്ടിലും അവൻ കൂടുതൽ ശ്രദ്ധ തരുന്നത് എന്താണ്, രക്ഷിക്കപ്പെട്ടവരിലാണ് കൂടുതലും അവൻ എന്ത് ചെയ്യുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റാളുകളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ രക്ഷിക്കപ്പെട്ട ആളുകളിലാണ്. കാരണം അവരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ രക്ഷയിലേക്ക് കടന്നു വരുന്നവർ മാത്രമേ അവന്റെ സഭയിലെ അംഗമായി അല്ലെങ്കിൽ സഭ എന്ന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇവിടെ കാണുന്ന ഡിനോമിനേഷനുകൾ ഒന്നും എന്തല്ല, കർത്താവിന്റെ സഭ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, അതൊന്നും സഭയല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. രക്ഷിക്കപ്പെട്ടവരെ അവൻ ദിനംതോറും സഭയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു എന്നുള്ളതാണ്. അവൻ സഭയോട് കൂട്ടിച്ചേർത്തു. കർത്താവ് കൂട്ടിച്ചേർക്കണം, എന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഒരു പാസ്റ്ററോ ഒരു സംഘടനയോ കൂട്ടിച്ചേർത്താൽ അത് സഭയാകത്തില്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഈ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.